ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒന്നുമില്ല, ഇതാ ഈ കാണുന്ന വണ്ടിയുടെ നമ്പരും കോഴിക്കോട്ടെ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് ഈ വണ്ടി കിടക്കുന്ന ഒരു 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 അടിപൊളി ചിത്രം, അങ്ങനെ പറയാല്ലേ. ആ വണ്ടി അത് ചിത്രമായിരുന്നു, ഏതോ നല്ല ഫോട്ടോഷോപ്പർ ചെയ്യാവുന്ന ആരോ ചെയ്തതാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ അതിന്റെ റിയാലിറ്റിയിലാണ്. അല്ല, ഞങ്ങള് പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതൃകയാണ്. കേരളത്തിലെ എല്ലാ സംഘടനകളും, രാഷ്ട്രീയമോ അരാഷ്ട്രീയമോ ആയ എല്ലാ സംഘടനകളും മുസ്ലിം ലീഗിനെ പ്രകീർത്തിക്കാത്തതായി ഒന്നുമില്ല. കാരണം ഞങ്ങളെ ശത്രുപക്ഷത്തുള്ളവരും കൂടെയുള്ളവരും ഒക്കെ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നതും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാമൂഹ്യ രംഗങ്ങളിൽ കാണിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വന്ന അനാവശ്യമായ ഒരു വാക്ക് സാമുദായിക സൗഹാർദ്ദത്തിന്, സംസ്ഥാനത്തിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന് എതിരായിട്ടുള്ള ഒരു വാക്ക് ഇക്കാലം അത്രയുമുള്ള ലീഗിന്റെ പ്രവർത്തനങ്ങളിലോ വാചകങ്ങളിലോ വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇങ്ങനത്തെ ഈ രണ്ട് മാത്രമല്ല, ഇങ്ങനത്തെ 5 എണ്ണമാണ് ലീഗ് ഹൗസിന്റെ മുറ്റത്ത് കിടക്കാൻ വന്നത്. ദൈവത്തിനെ സ്തുതിക്കുന്നു, ജനങ്ങളെ നന്ദി പറയുന്നു. അടിത്തട്ടിൽ അത്ര പണിയെടുത്തതിന്റെ റിസൾട്ട് കൂടിയല്ലേ? ആണല്ലോ. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പണിയെടുക്കണമല്ലോ. അതിൽ വിട്ടുവീഴ്ചയോ കള്ളക്കളിയോ ഒന്നും പാടില്ലല്ലോ. ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ജോലി ചെയ്യുമ്പോൾ ദൈവം അതിന് ഫലമുണ്ടാക്കി തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. PM A സലാമിന്റെയും ലീഗ് നേതാക്കളുടെ ഒരു കോൺഫിഡൻസ് ലെവലായിരുന്നു അന്ന് പോസ്റ്റിലുണ്ടായിരുന്നത്. കാരണം അന്ന് ഈ ചർച്ച നടക്കുന്ന സമയത്ത് VD സതീശനാണോ KC വേണുഗോപാലാണോ അതോ രമേശ് ചെന്നിത്തലയാണോ എന്നൊക്കെ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഇനി 2ാം നമ്പർ ലീഗിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്, ഇവരിൽ ആരെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയായാൽ അടുത്തയാൾ ആഭ്യന്തരത്തിൽ വരും, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 2ാം നമ്പർ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതൊന്നും വന്നില്ല. അത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് നേതാക്കൾക്ക് അറിയാമായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസിൽ ലീഗിന്റെ തിരുവനന്തപുരത്തെ ഒരു കേന്ദ്രമായ പാണക്കാട് ഹാളിന്റെ മുറ്റത്താണ് 2ാം നമ്പറും അതിന് സമീപം PM A സലാമും നിൽക്കുന്നത്. അത് ലീഗിന്റെ ഒരു കോൺഫിഡൻസിന്റെ തെളിവായി കൂടി പറയാം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.